അസ്സലാമലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? അപ്പം ഞങ്ങളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ടോ മന്തി തിന്നിട്ട്. അപ്പം മന്തിക്കൊരു പൂതി. അപ്പോൾ ഏതായാലും ഇന്ന് മന്തി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്. സമയം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇർട്ടയക്കണം. അപ്പോൾ മഗ്‌രിബിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ചോറ് വെക്കണ പരിപാടി. അപ്പോൾ ഏതായാലും ചിക്കനൊക്കെ ഇനി നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. അതിന്റെ അടിയിലുണ്ട്, വലുതിലുണ്ട്. അപ്പോൾ എന്തിനേലും ഒന്ന് പൂതിയായി കഴിഞ്ഞാൽ പിന്നെ അത് അപ്പം ഉണ്ടാക്കിയേ തീരുള്ളൂ. അപ്പോൾ എല്ലാ സാധനവും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതാക്കണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം മുളക്, ക്യാരറ്റും വല്ലുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ എടുത്ത് വെച്ചിക്കണം. അപ്പോൾ 1 കിലോനിക്ക് ഉള്ളതാണ് എല്ലാതും. അപ്പോൾ കുറച്ചീച്ച മതിയല്ലോ. അപ്പോൾ ഏതായാലും ഞാനിതാ എല്ലാം ആക്കി വെച്ചിക്കണം. അപ്പോൾ നമുക്ക് അരി ഒക്കെ കൊടുന്നേന് കേട്ടോ. അരിയും മൈക്കുള്ള സാധനമൊക്കെ കൊടുന്നേന്. പിന്നെ പച്ചക്കറി ഉണ്ടായിന്, പിന്നെ ചിക്കനുള്ള ഉണ്ടായിന്. അത് പിന്നെ ഞാൻ മോനുവിനെ കൊണ്ടൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ നമ്മൾ ഇതാക്കണം. അതിന് ഇങ്ങോട്ട് ഒരുങ്ങിയിരിക്കാം. ഇവിടെ പണിയുണ്ട്. ഇതിൽ തെണ്ടി നടക്കുക. ആ കോഴിനെ കിട്ടണില്ല. അങ്ങനെ ഏതായാലും ഒക്കെ അങ്ങോട്ട് ചെറിയതാക്കി ഇങ്ങോട്ട് നുറുക്കണമല്ലോ. ക്യാരറ്റും വല്ലുള്ളിയും അതേമാതിരി ക്യാപ്സിക്കം മുളകും ഒക്കെ ഇതാക്കണം കേട്ടോ. ചെറുതാക്കി ഇങ്ങോട്ട് ഇട്ടാൽ നമ്മളെ ചോപ്പറിലാണ് വലിച്ചാലുണ്ടല്ലോ പൊടിയായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഏതായാലും അതൊക്കെ അതിലിട്ട് ഇങ്ങോട്ട് നല്ലോണം വലിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ടല്ലോ പണി. മന്തി ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ പണിയില്ല. ഞമ്മക്കിപ്പോൾ എന്തെങ്കിലും തിന്നണമെന്ന് കരുതിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പണിയൊക്കെ അറിയുമ്പോൾ ഉണ്ടാവും ചിച്ചു. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇങ്ങോട്ട് ചെറുതാക്കി ഇങ്ങോട്ട് പണി ഒരുക്കട്ടെ. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഒക്കെ അങ്ങോട്ട് ഉസാറാക്കി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതാക്കുന്ന ചിക്കൻ ഒന്നങ്ങോട്ട് മഞ്ഞപ്പൊടി, മുളകും പൊടി, ഉപ്പും അതേമാതിരി കുറച്ച് നാരങ്ങ നീരൊക്കെ ഉണ്ട് ഒഴിച്ചങ്ങാണ്ട് ഒന്നും അങ്ങോട്ട് കായം കൂട്ടി വെക്കണം. അതൊന്നും ഇങ്ങോട്ട് ഇപ്പം മുളകൊക്കെ ഒന്നും പൊടിച്ച് കിട്ടട്ടെ. വല്ലാതെ ഇപ്പം മുളകും പൊടിച്ചാൽ ടൈമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരമൊക്കെ വെക്കണുള്ളൂ. നമുക്ക് തിന്നാനല്ലേ എന്ന് കരുതി ഞാൻ അപ്പോൾ കുറച്ച് നേരമൊക്കെ തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇപ്പം മുളകൊക്കെ ഒന്ന് നല്ലോണം പൊടിച്ചിട്ടു. അപ്പോൾ ഏതായാലും എല്ലാതും അങ്ങോട്ട് കൊയമ്പിങ്ങാണ്ട് പിന്നെ ഇതാക്കണം കേട്ടോ. അതിക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ പീസാക്കി ഇങ്ങാണ്ട് കൊണ്ടുവന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ പീസാക്കി ഇങ്ങാണ്ടൊന്ന് വെക്കാൻ അങ്ങനെ ഒരു പൂതി. അപ്പോൾ ഏതായാലും ഞാൻ അപ്പം തന്നെ വലിയ പീസാക്കൊണ്ടു എന്ന് പറഞ്ഞു മോനോട്. അപ്പോൾ അങ്ങനെ അങ്ങനെ വെട്ടി കൊടുന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ഇത് നല്ലോണം ഒന്നാണ് കൊയമ്പി വെക്കട്ടെ. അങ്ങനെ ഏതായാലും ഒരു കുറച്ച് നേരം ഇങ്ങനെ വെച്ചങ്ങാണ്ട് പിന്നെ നമ്മൾ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചങ്ങാണ്ടേ ഏതിലാണോ ഉള്ളി വാട്ടണമെന്ന് വെച്ചാൽ അതിലങ്ങോട്ട് പൊരിച്ചാന്ന് കരുതിട്ടോ. അപ്പോൾ ഇതാക്കണം പാനൊക്കെ അങ്ങോട്ട് ഞാൻ ഇതാക്കണം കേട്ടോ. സൺഫ്ലവറിൻ്റെ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി അത് നല്ലോണം ഞാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിക്ക് അങ്ങോട്ട് ഈ ഒരു ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങാണ്ട് തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ. അപ്പോൾ എണ്ണയിലിട്ട് കോഴിനേക്കായി നല്ലത് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഏതായാലും എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ ആയിക്കാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ ചോറ് ദമ്മിടുന്നത്. അപ്പം എന്നാൽ ഒരു ചിക്കനാണ് കോരി വെച്ചാൽ നമുക്ക് ഉള്ളി ഇതൊക്കെ ഇതിൽ തന്നെ അങ്ങോട്ട് ഇട്ടും കൊടുക്കുക. അപ്പോൾ ഏതായാലും ഇതാക്കണം കേട്ടോ. ചിക്കനൊക്കെ ഇതാക്കണേ ഞാൻ ഇതിൽ തന്നെ ഒക്കെ ഇട്ട് കൊടുത്തിക്കണ്. നല്ലോണം ചൂടായിക്കണ്. അപ്പോൾ ഇതിക്ക് പാകാട്ടോ. നമുക്ക് വലിയ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഇങ്ങനത്തെ ചെമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖാട്ടോ. രണ്ടട്ടൊന്നും പൊരിച്ചെടുക്കണ്ട. അതാക്കണം ഒറ്റ വട്ടം പൊരിച്ചെടുത്താൽ മതി. ഞാൻ ഏതായാലും ഈ 2 പീസ് അങ്ങനെ കണക്കാക്കി അങ്ങനെ 14 പീസ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാക്കണം കുറേ. ഏതായാലും ഞാൻ ചെറിയ ജീരകം അതേമാതിരി അതൊന്നും ഇങ്ങോട്ട് നല്ലോണം കറക്കി എടുത്തിട്ടേ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്നും ഇങ്ങോട്ട് നല്ലോണം കറക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാട്ടിയത്. അപ്പോൾ അത് പൊടിച്ചെടുത്തിക്കണം. പിന്നെ ഇതാക്കണം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മിക്സിൻ്റെ ജാർക്കാണ്ട് ഇട്ട് കൊടുത്ത് അതൊന്നും ഇങ്ങോട്ട് കറക്കിങ്ങാണ്ട് എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും അതും ഒന്ന് അങ്ങോട്ട് മിക്സിയിൽ അരച്ചെടുത്തിക്കണം. അപ്പൊക്കെ നമ്മൾ ചിക്കനൊക്കെ ഇതാക്കണം കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ വെന്ത് അതൊക്കെ ഒന്ന് അങ്ങോട്ട് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും മക്കളെ അത് അവിടെ കിടന്ന് അങ്ങനെ വേകട്ടെ. ഇനിയിപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ ആ ചിക്കൻ ഇങ്ങനെ കോരിങ്ങാണ്ട് പിന്നെ എളുപ്പം
എന്താ ഇപ്പോൾ ബാക്കിയുള്ള കൈക്ക് ഇട്ട് കൊടുക്കാതിന്. പക്ഷേ ഞാൻ അവിടെ കിടന്നാണ്ട് ഒന്നങ്ങോട്ട് അത് വെന്തോട്ടെ. അപ്പൊക്കെ നമുക്ക് ഇവിടെ പണി ഒരുക്കുക. അപ്പോൾ ഇതാക്കണം കേട്ടോ ഞാൻ ഏലക്കായി, പട്ട, ഗ്രാമ്പൂ, ലീഫും അതേമാതിരി കുരുമുളക് ഇട്ടിക്കണ്. പിന്നെ അതേമാതിരി പച്ചമല്ലി കേട്ടോ ഒക്കെ ഇട്ടുങ്ങാണ്ട് നമ്മൾ സൺഫ്ലവറിൻ്റെ ഓയിൽ തന്നെയാണ് നമ്മളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതാക്കണം കേട്ടോ ഉള്ളിയും ക്യാപ്സിക്കനും അതേമാതിരി ക്യാരറ്റും അതൊക്കെ ഒന്നിങ്ങോട്ട് മല്ലിച്ചപ്പും ഒക്കെ ഇട്ടുകൊണ്ട് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതവിടെ കടന്ന് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോ പണികൾ തീർക്കാമല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും അങ്ങനെ ഞാനിതാക്കണ് വേറെ ചട്ടിക്ക് ഇട്ടുങ്ങാണ്ട് ഇനി അതൊക്കെ ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കട്ടെ. ഇനി നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചാൽ എണ്ണയിലിട്ട് തന്നെ വാട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഇനി ഇതിക്ക് സൺഫ്ലവറിൻ്റെ ഓയിൽ കാര്യങ്ങളൊന്നും പാരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഓയിലും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാനിതാ കുറച്ച് മല്ലിച്ചപ്പും പാടെ ഇട്ടിക്കണം കേട്ടോ. അപ്പം ഇനി അതൊന്നും ഇങ്ങോട്ട് നല്ലോണം വാട്ടിയെടുക്കട്ടെ. പിന്നെ നമ്മൾ ഇതാക്കണ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതൊക്കെ ചതച്ചിട്ട് കൊടുത്തിക്കണം. പലരും പല മാതിരിയാണ് മന്തി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് വെക്കൽ. പക്ഷേ ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനത്തെ മന്തി ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതിന് അഭിപ്രായം പറഞ്ഞിരിക്കണ്. പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾ തന്നെയാണ് എങ്ങനെ വെക്കാന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചതുണ്ട് കേട്ടോ ഈ ഒരു മന്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഇങ്ങനെ മന്തി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചിലവർ ഇങ്ങനെ മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് മന്തി വെക്കൽ. പക്ഷേ ഞാനിങ്ങനെ വെക്കട്ടോ, അത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും പിന്നെ പറഞ്ഞാൽ ചിക്കൻ പൊരിച്ചങ്ങാണ്ട് അൽഫാമൊക്കെ ആക്കി പൊരിച്ചങ്ങാണ്ട് പിന്നെ നമ്മളതിൻ്റെ കക്കും കല്ലും കൗത്തും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് പോരുമ്പോൾ അങ്ങനെ പൊരിച്ചാൽ അത് അങ്ങനെ ഇടട്ടോ. അങ്ങനെയും ഭയങ്കര രസമാണ്. അപ്പോൾ ഏതായാലും ഞാനിതാക്കണ അരിയൊക്കെ വെള്ളമൊക്കെ തിളക്കാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് അരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അരി കേക്കിങ്ങാണ്ടാവുന്ന പിന്നെ കുതിരാൻ വേണ്ടി അവിടെ വെച്ചിന്. അപ്പോൾ 1 കിലോ അങ്ങനെ ഏതായാലും അതൊക്കെ കിട്ടും. അപ്പോൾ അരി ഇടുന്നതോട് കൂടി വെള്ളം ഒരുപാട് മേപ്പെട്ട് വരും. അപ്പോൾ ഞാൻ എളുപ്പം ഒരു പാട്ടിട്ട് അങ്ങനെ അതും കോരി വെച്ചു കേട്ടോ. അങ്ങനെ ഏതായാലും അരിയൊക്കെ ഇതാക്കണേ ഞാൻ അതിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് വേകട്ടെ. നമ്മൾ ഈ അരിയൊക്കെ ഒന്നും ഇടണില്ല കേട്ടോ. ചിലവർ എണ്ണ വാരും അതേമാതിരി ഏലക്കായി വട്ടിയും ഗ്രാമ്പ് അങ്ങനത്തെ കൂടെ ഞാൻ അതൊന്നും ഇടലില്ല കേട്ടോ. അതൊക്കെ എന്തിനാണ് അത് ആ വെള്ളത്തിൽ കൂടി അങ്ങനെ അതിൻ്റെ വാസനയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകൂലേ. അരിമേക്ക് അതെന്തായാലും പിടിച്ചൂല. അതിക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ചിലവർ കാണാൻ അതിക്ക് കുറച്ച് ഓയിൽ വാരുന്നു അതേമാതിരി ഏലക്കായും വട്ടിയും ഗ്രാമ്പും ഒക്കെ ഇടണതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. എന്നാലും നല്ല അടിപൊളി മന്തി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ ഏതായാലും ഇതിക്ക് 2 മാഗി ക്യൂബിൻ്റെ കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തേക്കണം. പിന്നെ നമ്മൾ ഇട്ടതാക്കണ ചെറിയ ജീരകവും കുരുമുളകും പൊടിച്ചത് അതുകൊണ്ട് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഏതായാലും ഇനി ഇതൊക്കെ ഇട്ടിട്ട് ഇനി നല്ലോണം ഇളക്കുന്നു. പ്രത്യേകിച്ച് ഇതിക്ക് ഇടാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിക്ക് ഉണക്കനാരങ്ങ ഇടാണ്ട്. അപ്പോൾ അത് ഇടണം. ഇട്ട് ഇത് കുഴപ്പമൊന്നുമില്ല. ഇട്ടാൽ ഒരു പുളി രസം അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് മന്തി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. തോനെയൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഏതായാലും പൊടികളും എല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ ഇട്ടത് നമ്മൾ എന്താ പറയുക ഇതുണ്ടല്ലോ സോസാട്ടോ. നമ്മളെ തക്കാളി സോസ് ഉണ്ടല്ലോ അത് അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചാൽ ഉണ്ടായിനി തക്കാളി പേസ്റ്റിൻ്റെ ഉണ്ടായിനി കേട്ടോ. അപ്പോൾ പീച്ചോട് കൂടി അടുപ്പാണ് പോകുന്നത്. അപ്പോൾ കുറേ ഇത് കൊടുന്ന് വെച്ചിട്ടോ. അപ്പോൾ പിന്നെ കജ്ജാണ് നിൽക്കണം. അതുകൊണ്ട് തന്നെ മേലിൽ ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പീച്ചപ്പോൾ കടപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അതും കൂടി തീക്കാണ്ട് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ മോള് സഹായിച്ചാൽ വന്നിക്കണം. ഞാൻ പിന്നെ പീച്ചി തരാറുങ്ങാണ്ടേ. അപ്പോൾ ഏതായാലും പീച്ചിട്ട് കിട്ടണില്ല. പീച്ച അത് കിട്ടൂല. ഇങ്ങനെ നല്ലോണം ഒഴിച്ച് ഇങ്ങനെ വരണം. അപ്പോഴാണ് അതിങ്ങോട്ട് വരുള്ളൂ. പീച്ചാൽ അവിടെ നിൽക്കണതേ. അപ്പോൾ ഏതായാലും അതും പാടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. ഇത് കുറച്ചുകൊണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ തക്കാളി ഒന്നും പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യില്ല. അപ്പോൾ അത്യാവശ്യം കിട്ടിയിരിക്കണം കേട്ടോ ഇതിന്. അപ്പോൾ ഏതായാലും ഇത്ര മാത്രം ഇട്ടാൽ മതി. അപ്പം ഇനി ഇത് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ചിക്കനൊക്കെ അങ്ങോട്ട് കൊട്ടി കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. മന്തിക്കുള്ള മസാല കൂട്ട് അറിയണത് ഇത് തന്നെയാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അതവിടെ റെഡിയായി കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ അതാ ഒരുവിധം വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി അത് നമുക്ക് ഇതിക്കാണ് കൊട്ടി കൊടുക്കുക. അപ്പോൾ നല്ല പാകത്തിനായിട്ട് വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും ഇനി നമ്മൾ ആ മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഏതായാലും ഞാനതൊക്കെ ഇതിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും എന്താ ഇപ്പോൾ പറയാം പിന്നെ മസാലകളൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ
പിന്നെ അരി വെന്തിക്കണം കേട്ടോ. അപ്പം ഇനി അത് ചിക്കനൊക്കെ അങ്ങോട്ട് കോരി വെച്ചിട്ട് അരി നമുക്ക് ഇതിലേക്ക് ഊറ്റിയിടാം. പിന്നെ അതിൻ്റെ ചിക്കനൊക്കെ കോരി എടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് മസാല അടിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മൾ മന്തിൻ്റെ അരി നമ്മൾ അതിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് ഞാനത് ആദ്യം തന്നെ അങ്ങോട്ട് 2 കൊട്ടക്കൈയിലൊക്കെ കൊണ്ട് ഊറ്റിയിട്ടിട്ട് പിന്നെ കുറച്ച് നല്ലോണം തിളച്ച് വെന്തിട്ട് പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ആ ചിക്കനൊക്കെ അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തോനെ റൈസൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ 2 ലെയറൊന്നും ആക്കിയിട്ട് ചിക്കൻ ഇടാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഞമ്മക്കില്ല ചോറല്ലേ, അപ്പോൾ 1 കിലോ അരിക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാക്കണ റൈസിൻ്റെ മേലെ ഞാൻ ഇതാക്കണ ഇങ്ങനെ ചിക്കന് വെച്ച് കൊടുത്തിക്കണേ. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ബാക്കില്ല പിന്നെ അരിമ്പാട് അങ്ങോട്ട് ഊറ്റിയിടുക കേട്ടോ. അപ്പം മക്കളെ ഇങ്ങനെ ചിക്കൻ മന്തി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തിന്നോൽക്കൊക്കെ അറിയാം നമ്മളെ ചിക്കൻ മന്തി. ഒരുപാട് ആൾക്കാർ നമ്മൾ ചിക്കൻ മന്തി വെച്ചതിൻ്റെ അടിയിൽ തന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കണ്. അപ്പോൾ ഏതായാലും പിന്നെ നമ്മളത് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കോരി വെച്ചിനി. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ അങ്ങനെ ഊറ്റിയിട്ട് പിന്നെ ഇതാക്കണം കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടെ വേറെ വേറെ ഇതാക്കിങ്ങാണ്ട് പിന്നെ നമ്മൾ ഇതാക്കണം കേട്ടോ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതേമാതിരി പച്ചമുളക് കുത്തി വെച്ചു. പിന്നെ അതേമാതിരി കുറച്ച് തീക്കണലിട്ട് കുറച്ച് എന്താ പറയുക സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതാ നമ്മളിതാ ദമ്മിടാൻ വേണ്ടിങ്ങാണ്ട് കുറച്ച് തീക്കണലും മാതിമ കോരി വെച്ച് ഗ്യാസുമ്മയാണ് പിന്നെ ദമ്മിടണം കേട്ടോ. അതൊക്കെ അതിമ വെച്ച് കൊടുത്തു. അപ്പോൾ ഏതായാലും ഇനി ചോറ് അവിടെ കിടന്നുങ്ങാണ്ടൊന്ന് കേട്ടോ ആവി കയറട്ടെ. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഇടയിൽ മയോണൈസൊക്കെ അടിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കേങ്ങും മുട്ടയും പിന്നെ അതേമാതിരി ഓയിലൊന്നും അധികം പാരില്ല കേട്ടോ ഞാൻ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റാക്കാരം നാരങ്ങ നീരൊക്കെ ആയിട്ട്. അപ്പോൾ അതങ്ങനെ മക്കളെല്ലാം ആൾക്കാർ ഓലങ്ങനെ പിന്നെ ഇതാക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ വെച്ചാൽ ഓല് നമ്മളെ ചുറ്റുഭാഗത്ത് ഉണ്ടാവില്ലേ. സാധാ ചോറും കൂട്ടാൻ വെച്ചാൽ ഓലെ വിളിച്ച് ചിലപ്പോൾ വാരി കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കാര്യം ഇതാണ് വെച്ചാൽ ഒറ്റക്ക് വാരി ചുറ്റും ഓൽക്കായാലും വിളമ്പി കൊടുക്കും വേണ്ടിയില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ചോറൊക്കെ ഇതാ അടിപൊളി വയ്ക്കണം മക്കളെ. ഇനി നമ്മളിതാ ചോറൊക്കെ പൊട്ടിച്ചിക്കണം. അപ്പോൾ ഏതായാലും ഇനി വിളമ്പിയിട്ട് കാണിച്ചു തരാം. ഏതായാലും മക്കളെ ഇങ്ങനെയൊക്കെ ഓരോരോ പൂതിയാണ്. ഇനി ഏത് നട്ടപ്പായരാക്കാണെങ്കിലും നമ്മളിങ്ങനെ വെച്ച് തിന്നും ഏതായാലും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ഇനി മക്കൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മളെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാത്തപോലെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ കമൻറ്റിൻ്റെ അടിയിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതുകൊണ്ടിട്ടോ രസം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നിങ്ങൾ എഴുതുകൊണ്ടി. അപ്പോൾ നേരെ ഒരു പാടായിട്ടോ ഇക്കയാണെങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. വേറെ തുണക്കാരന്മാരിപ്പോൾ എവിടെക്കോ പോയതേനി. അങ്ങനെ ഏതായാലും പിന്നെ മഗ്‌രിബിൻ്റെ നേരത്തെ അതാണ് ചോറൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുന്നൊക്കെ ഉണ്ടാക്കി വെക്കും. എളുപ്പം ചോറുമാണല്ലോ കാക്ക്. അപ്പോൾ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.